അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തന്നെ ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള മോമിനീങ്ങളെ, സഹോദരങ്ങളെ, വിശുദ്ധമായ ഒരു മാസത്തിൻ്റെ അനുഗ്രഹീത നാളുകൾ ഓരോന്നായി കഴിഞ്ഞു കടന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അളവില്ലാതെ അവൻ നൽകുന്ന അനുഗ്രഹങ്ങളും അവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫല വാഗ്ദാനങ്ങളും ഈ നാളുകളിലൂടെ എത്ര കണ്ട് നമ്മൾ കരസ്ഥമാക്കുമോ അത്ര കണ്ട് നമ്മൾ ഭാഗ്യശാലികളാണ്. ഈ പുണ്യനാളുകളിൽ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തിരക്കുകളിലോ അലസതകളിലോ പെട്ട് അമലുകൾക്ക് അവസരമില്ലാതെ ആയാൽ പശ്ചാത്താപത്തിനും മാനസിക പരിവർത്തനത്തിനും അവസരമൊരുങ്ങാതെ പോയാൽ അത് വലിയ ഭാഗ്യദോഷമാണ്, നഷ്ടമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ ഖുതുബയാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്നത്. അതുപോലെ തന്നെ റമദാനിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ആദ്യത്തെ 10 ദിവസക്കാലം അനുഗ്രഹമായി അവൻ്റെ കാരുണ്യത്തെ, കൃപയെ വകവെച്ചു കൊടുത്തപ്പോൾ രണ്ടാമത്തെ 10 ദിവസത്തെ മഗ്ഫിറത്തിന് വേണ്ടി മാറ്റിവെച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പശ്ചാത്താപത്തിൻ്റെ ദിവസങ്ങളാണ്, തൗബയുടെ നാളുകളാണ്, മഗ്ഫിറത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു, അഥവാ അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. തൗബ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ 10 ദിവസത്തിൽ നമുക്ക് നേരെ പ്രസക്തമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ പാതിരാ സമയത്ത് അള്ളാഹുവിൻ്റെ തജല്ലി 1-ാം ആകാശത്തേക്ക് പ്രത്യക്ഷപ്പെടുമെന്നും എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആരാണ് പശ്ചാത്തപിക്കാൻ തയ്യാറുള്ളവർ, ആരാണ് തൗബ ചെയ്യാൻ തയ്യാറുള്ളവർ, വരിക, നിങ്ങളുടെ തൗബ ഞാൻ സ്വീകരിക്കാമെന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ അടിമകളെ ആകർഷിച്ചുകൊണ്ട്, അടിമകളെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രതീക്ഷ നൽകുകയാണ് നമുക്ക്. വാഗ്ദാനങ്ങളുടെ കവാടം മലക്ക തുറന്നിടുകയാണ്. ഈ നാളുകളിൽ ഞാനും നിങ്ങളും ആ മഗ്ഫിറത്ത് വാങ്ങാൻ തയ്യാറുണ്ടോ എന്നതാണ് ചിന്താവിഷയം. അതിനായി അധ്വാനിക്കാൻ, അതിനായി മെനക്കെടാൻ, അതിനായി ത്യാഗം ചെയ്യാൻ, ഉറക്കമൊഴിയാൻ ഒക്കെ നമ്മൾ തയ്യാറാണോ എന്നതാണ് അള്ളാഹു നോക്കുന്നത്. അതാണ് നമ്മൾ വാസ്തവത്തിൽ ഈ മാസത്തിൽ പ്രദർശിപ്പിക്കേണ്ടത്, പ്രകടിപ്പിക്കേണ്ടത്. ഇന്ന് അമൽ ചെയ്യുന്നതിനും സമ്പാദിക്കുന്നതിനും വേണ്ടി അള്ളാഹു നമുക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നാളെ ഒരു ദിവസം അമൽ ചെയ്യാൻ കഴിയാത്ത അമലുകൾ ചെയ്തതിൻ്റെ പ്രതിഫലം അനുഭവിക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. അതൊരു ദിവസമാണ്. ദാലികൽ യൗമുൽ ഹഖ്, ദാലികൽ യൗമുൽ ഹഖ്. അതൊരു ദിവസമാണ്, തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന ഒരു പരമാർത്ഥമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്ന് നിങ്ങളുടെ നന്മതിന്മകളെ തൂക്കപ്പെടും, നിങ്ങളുടെ നല്ലതിനെയും ചീത്തയെയും അളന്ന് തൂക്കപ്പെടും എന്നതും സത്യമാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. ഫകൈഫ ഇദാ ജമഅനാഹും മിൻ കുല്ലി യൗം മിൻ കുൽ ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൽ ലാ റൈബ ഫീഹി. നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നു ഒരു ദിവസത്തിന് വേണ്ടി. ഏത് ദിവസമാണ്? ലാ റൈബ ഫീഹി, ഒരു സംശയവുമില്ലാത്ത ഒരു ദിവസത്തിന് വേണ്ടി നാം അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ?
നമുക്കൊരു പക്ഷേ സംശയമുണ്ടെങ്കിൽ, നമുക്കൊരു പക്ഷേ വിശ്വാസക്കുറവുണ്ടെങ്കിൽ, ആ വിശ്വാസക്കുറവിനെയും സംശയത്തെയും ഒക്കെ ദൂരീകരിച്ചുകൊണ്ട് അല്ലാഹു തആല കണിശമായ ഭാഷയിൽ പറയുകയാണ്, ഒരു ദിവസം, ആ ദിവസം ഹക്കാണ്, ആ ദിവസത്തിൽ ഒരു സംശയവുമില്ല, ആ ദിവസത്തിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നതാണ്. ആ ദിവസത്തെക്കുറിച്ചിട്ടാണ് അല്ലാഹു നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നത്. فكيف إذا جمعناهم ليوم الجمع ذلك يوم التغابن فكيف إذا جمعناهم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار ذلك الفوز العظيم فكيف إذا جمعناهم നാം അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ലിയൗമിൽ ജംഇ, ഒരുമിച്ച് കൂട്ടത്തിൻ്റെ, സമ്മേളനത്തിൻ്റെ, സഭ വിളിച്ചു കൂട്ടപ്പെടുന്ന ആ ദിവസത്തേക്കായി നാം നിങ്ങളെ ഒക്കെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ذلك يوم التغابن, അതാണ് ദിവസം. തഗാബുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം പരിശോധിക്കുമ്പോൾ ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുകയും ആ ലാഭനഷ്ടം തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന ദിവസം. യൗമു തഗാബുൻ. ഇവിടെ നമ്മൾ ലാഭത്തിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു, നഷ്ടത്തെ ഭയന്ന് ജീവിക്കുകയായിരുന്നു. ആ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കുറേയൊക്കെ ലാഭമെന്ന് എഴുതിയിടുകയും മറ്റു ചിലതിനെ നഷ്ടമെന്ന് എഴുതിയിടുകയും ചെയ്തു. ഇവിടെ നമുക്ക് സംഭവിച്ച നഷ്ടത്തെക്കുറിച്ചിട്ട് നമുക്കൊക്കെ ഖേദം വന്നു, വേദന വന്നു, വിഷമം വന്നു. ഇവിടെ നമുക്ക് ലഭിച്ച ലാഭത്തെക്കുറിച്ചിട്ട് നമുക്കൊക്കെ സന്തോഷമുണ്ടായി, ആഹ്ലാദവും ആനന്ദവും ഉണ്ടായി. എന്നാൽ അള്ളാഹു പറയുന്നു, ഇത് താൽക്കാലികമായ ഒരു ലാഭനഷ്ടത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളാണ് നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം തന്നെ താൽക്കാലികമാണ്. നാളെ ഒരു ദിവസം യഥാർത്ഥ ലാഭനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തപ്പെടുകയും അത് വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസം. ആ ദിവസത്തിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? ഫകൈഫ്, എന്തായിരിക്കും അവസ്ഥ? فمن يؤمن بالله ويعمل صالحا يكفر عنه سيئاته. അവിടെയാണ് ആരാണ് വിജയി എന്ന് ബോധ്യപ്പെടുക, ആരാണ് നഷ്ടവാളി എന്ന് തിരിച്ചറിയുക. അവിടെ അള്ളാഹു പറയുന്നു, വമൻ യഅമൽ, ആരെങ്കിലും ഒരാള്, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹ, അള്ളാഹുൽ അടിയുറച്ച് വിശ്വസിക്കുകയും സാലിഹായ അമലുകൾ ചെയ്യുകയും ചെയ്തിട്ടാണ് വന്നതെങ്കിൽ, വിശ്വാസമുണ്ട്, ഈമാനുണ്ട്, അമലെ സാലിഹാത്തുമായിട്ടാണ് വന്നതെങ്കിൽ, യുകഫിർ അൻഹു സയ്യിആതിഹി, അവനിൽ നിന്നും വന്നുപോയ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുക്കും, മാപ്പാക്കി കൊടുക്കും. ഈമാനും അമലെ സാലിഹാത്തുമായി വന്നാൽ അവിടെ അന്നത്തെ ദിവസം വേറെ ആരും നമ്മളെ സഹായിക്കാനോ നമ്മളെ ആരും ഏതെങ്കിലും തരത്തിൽ ആശ്വസിപ്പിക്കാൻ പോലുമോ ഇല്ലാത്ത ആ ദിവസത്തിൽ ഈമാനും അമലെ സാലിഹാത്തുമായി ആരെങ്കിലും എൻ്റെ അടുക്കൽ വരുന്നുവെങ്കിൽ അവർക്ക് ഞാൻ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. യുകഫിർ അൻഹു സയ്യിആതിഹി, അവരുടെ ദുഷ്കർമ്മങ്ങളെ നാം മാപ്പാക്കുന്നതാണ്. വയുദ്ഖിൽഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, വയുദ്ഖിൽഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരുടെ പാപകർമ്മങ്ങൾ കഴുകി വൃത്തിയാക്കി അവരെ നാം സ്വർഗലോകത്തേക്ക് ആനയിക്കുന്നതാണ്, സ്വാഗതം ചെയ്യുന്നതാണ്. എങ്ങനത്തെ സ്വർഗമാണ്? അവരുടെ താമസ സ്ഥലത്തിൻ്റെ അടിവാരത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗം. നമ്മൾ നമ്മളുടെ വീടുകളുടെ മുമ്പിൽ അലങ്കാരത്തിന് വേണ്ടി ഗാർഡൻ മെനക്കെട്ട് പണിപ്പെട്ട് ചെയ്ത് വെക്കാറുണ്ട്. ആ ഗാർഡനിൽ നമ്മളുടെ കണ്ണിന് ആകർഷണീയമായ തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ലക്ഷങ്ങൾ മുതലിടാറുണ്ട്. ആ ഗാർഡന്റെ പച്ചപ്പിന്റെ മധ്യത്തുകൂടി ഒരല്പം വെള്ളമൊഴുക്കാൻ കൂടി സാധിച്ചാൽ ആ വെള്ളമൊഴുകുന്ന കാഴ്ച ആളുകളൊക്കെ ആകർഷിക്കപ്പെടാറുണ്ട്. അതിന് നമ്മൾ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അല്ലാഹു തആല ഖുർആനിൽ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവർ താമസിക്കുന്ന ഭവനങ്ങളുടെ അടിയിലൂടെ ഒഴുകുന്ന നീരുറവ, ഒഴുകുന്ന നദി, ആ ഒഴുകുന്ന നദിയുടെ മീതെയാണ് അവരുടെ കൊട്ടാരങ്ങൾ പണിത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ കൊട്ടാരങ്ങളിൽ നാം അവരെ വസിപ്പിക്കുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഈമാനുള്ളവരും അമലെ സാലിഹാത്ത് സംഭരിച്ചുകൊണ്ട് അവിടെ എത്തിയവരുമായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആദ്യത്തെ വാഗ്ദാനം, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അള്ളാഹു മാപ്പാക്കി തരും. നിങ്ങളുടെ പാപകർമ്മങ്ങളൊക്കെ അള്ളാഹു കഴുകി ശുദ്ധിയാക്കി തരും. അനന്തരം നിങ്ങളെ സ്വർഗഭൂമിയിലേക്ക് ആനയിക്കും, സ്വാഗതം ചെയ്യും.
ആ സ്വർഗഭൂമിയിൽ ഒരുപാട് സുഖങ്ങളുണ്ട്, അഥവാ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ലക്ഷണം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഉദാഹരണം പോലെ പറയുകയാണ്. നിങ്ങൾ താമസിക്കുന്ന ഭവനങ്ങളുടെ അടിവാരത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗം, ആ സ്വർഗം നിങ്ങൾക്ക് തരും. ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ. അത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാലാകാലത്തേക്കുള്ളതാണ്. ഒരു മഴ വരുമ്പോൾ തളിർക്കുകയും അതിന്റെ പച്ചപ്പ് പ്രദർശിപ്പിക്കപ്പെടുകയും കണ്ണിന് ആകർഷണീയമാവുകയും ഒരുപക്ഷെ മഴയില്ലാതാവുകയും വേനൽ ശക്തമാവുകയും വെയിൽ ശക്തമാവുകയും ചെയ്യുമ്പോൾ ഉണങ്ങിക്കരിഞ്ഞു പോവുകയും ചെയ്യുന്ന നിങ്ങളാൽ നിർമ്മിതമായ ഗാർഡൻ അല്ലല്ലോ സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഖാലിദീന ഫീഹാ, എന്നും അവശേഷിക്കുന്നത്, ഒരിക്കലും നശിച്ചു പോകാത്തത്, ഒരിക്കലും തീരാത്തത്. ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം. അതാണ് വലിയ വിജയം, അതാണ് ശരിയായ വിജയം. ഇന്ന് നിങ്ങൾ വമ്പ് പറയുകയും വീമ്പിളക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഭൗതിക വിഭവങ്ങളുടെ മേലെയുള്ള ആധിപത്യത്തെയും ഉടമസ്ഥാവകാശത്തെയും അളന്നുകൊണ്ട് നിങ്ങൾ വിജയികളാണെന്ന് വിലയിരുത്തുന്നുവെങ്കിൽ അതിനൊന്നും അർത്ഥമില്ല. അതിന്നല്ലെങ്കിൽ നാളെ നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഖാലിദീന ഫീഹാ വബിഅ്സൽ മസീർ. ഈ ലോക ജീവിതത്തെ അള്ളാഹു നൽകിയ അവസരമാണെന്ന് തിരിച്ചറിയാതെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അടിച്ചു പൊളിച്ചു കഴിഞ്ഞുകൂടി, അള്ളാഹുവിൽ വിശ്വസിക്കാതെയും അവന്റെ കൽപ്പനകളെ അനുസരിക്കാതെയും കഴിച്ചുകൂട്ടി. അങ്ങനെ കഴിച്ചുകൂട്ടിയ ആളുകൾ അവരുടെ ദുഷിച്ച കർമ്മങ്ങളുമായി പരലോകത്തെത്തുമ്പോൾ ആ ലോകത്ത് അവരെ നാരകീയമായ അദാബുകളിലേക്ക് ആനയിക്കപ്പെടുന്നതാണ്, അഥവാ നാരകീയമായ ശിക്ഷാവിധികളിലേക്ക് അവരെ അടിച്ചമർത്തപ്പെടുന്നതാണ്. അതും ഖാലിദീന ഫീഹാ, എന്നെന്നും അത് അനുഭവിക്കാൻ അവർ വിധിക്കപ്പെടുകയാണ്. വബിഅ്സൽ മസീർ, എത്ര മോശമായ മടക്കമാണ് അവർക്ക് അല്ലാഹു നൽകിയത്. തുടക്കത്തിൽ ഭൗതിക ലോക ജീവിതത്തിൽ കുറച്ച് രസങ്ങൾ ഉണ്ടായിരുന്നു, സുഖങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം ചെന്നുപെട്ടത് എത്ര ഖേദകരമായ ഒരു നഷ്ടഗേഹത്തിലാണ് പെട്ടത്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക പ്രിയമുള്ളവരെ. ഈ വിശുദ്ധ വാക്യം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഗാബുൻ എന്ന് പറയുന്ന അധ്യായത്തിലുള്ളതാണ്. തഗാബുൻ എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടം വെളിവാക്കപ്പെടുന്ന ദിവസം എന്നാണ് അർത്ഥം. സൂറത്തു തഗാബുൻ, ലാഭനഷ്ടങ്ങൾ വെളിവാക്കപ്പെടുന്ന ദിവസം എന്ന തലക്കെട്ടോടുകൂടി അല്ലാഹു തആല അവന്റെ അടിമകൾ കോതിക്കേൾപ്പിക്കുന്ന ഒരു വിശുദ്ധമായ അധ്യായം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളും അതിലുള്ള സർവ്വ വസ്തുക്കളും നിങ്ങളുടെ നാഥനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു തആല അതിന്റെ കൺക്ലൂഷൻ പോലെ അല്ലെങ്കിൽ അതിന്റെ ആകസാരം പോലെ പറഞ്ഞു വെച്ച ഒരു പരിശുദ്ധ വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. ഇന്ന് റമദാനിന്റെ രണ്ടാമത്തെ പകുതിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ തഗാബുൻ സൂറത്തുമായി ബന്ധപ്പെടുത്തി ലാഭനഷ്ടങ്ങളുടെ ദിവസത്തിൽ എന്റെയും നിങ്ങളുടെയും കണക്കെന്താകും എന്ന് നമ്മൾ ആലോചിക്കണം. എന്റെയും നിങ്ങളുടെയും വിധി എന്താകും? എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അമലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല എന്ത് തീരുമാനമെടുക്കും? ഫകൈഫ ഇദാ ജമഅനാഹും. അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു തആല നല്ല അവസ്ഥയിൽ സ്വർഗം കണ്ട് സന്തോഷത്തോടുകൂടി അവന്റെ വിധിക്ക് അടിമപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. നാരകീയമായ അദാബുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പാപമോചനത്തിന് വേണ്ടി പടച്ചവൻ മാറ്റിവെച്ച ദിനരാത്രങ്ങളാണിത്. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാൻ വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അവസരമാണിത്. നമ്മൾ വായുകൊണ്ട് പറയുന്ന ചില്ലറ തൗബയുടെ വചനങ്ങൾ മാത്രമല്ല, മറിച്ച് ആത്മാർത്ഥമായ ഖേദത്തെ മനസ്സിൽ പ്രകടിപ്പിക്കുകയും ആ ഖേദത്തിന്റെ പേരിൽ നമ്മളുടെ കൽബ് പടയ്ക്കുകയും കണ്ണ് നിറയുകയും വേണം. അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവന്റെ ലക്ഷണമായി ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്ന ഉലമാക്കൾ നമുക്ക് അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. പശ്ചാത്തപിക്കുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയല്ല അല്ലാഹു ചെയ്തത്. തൗബതൻ നസൂഹ, നസൂഹായ തൗബയായിരിക്കണം. എന്താ നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ? അത് വായ് കൊണ്ട് വെറുതെ പറയുന്ന വാക്കുകളല്ല, മറിച്ച് ഉലമാ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അന്നദാമതു ഫിൽ ഖൽബ്, ഖൽബിന്റെ ഉള്ളിൽ ഒരു വലിയ ഖേദം ആത്മാർത്ഥമായ നിലയിൽ ഉണ്ടാകണം.
ഖൽബിന്റെ ഉള്ളിൽ ഖേദമുണ്ടാകണം, വേദനയുണ്ടാകണം. ഞാൻ എൻ്റെ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ചരിച്ചു പോയല്ലോ എന്ന ഒരു വേദന അവന്റെ മനസ്സിലുണ്ടാകണം. ആ നൊമ്പരം അവന്റെ മനസ്സിലുണ്ടാകണം. അത് വായിലുണ്ടായാൽ പോരാ. എന്നാൽ മനസ്സിലുണ്ടാകുന്ന ആ വേദനയെ നാവുകൊണ്ട് അവൻ പ്രദർശിപ്പിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളിലൂടെ, പടച്ചവനെ ഞാൻ പാവിയാണേ, സാധുവാണേ, നിന്റെ അടിമയാണേ, നീ എൻ്റെ റഹ്മാനായ റബ്ബാണേ, നീ അല്ലാതെ വേറെ ആരെനിക്ക് പുറത്തു തരാനാണേ, നിന്റെ വാതിലിൽ വന്നിതാ ഞാൻ കേണപേക്ഷിക്കുന്നു, എനിക്ക് മാപ്പ് തരണേ, എനിക്ക് പുറത്തു തരണേ. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ എവിടെ പോകും? റബ്ബനാ വലംനാ അൻഫുസനാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഒരു പക്ഷേ ഭൂമിയിൽ മുഴങ്ങിക്കേട്ട ആദ്യത്തെ പ്രാർത്ഥനാ വാചകം ഇതായിരിക്കാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഖേദത്തോടുകൂടി തനിക്ക് പറ്റിപ്പോയ അബദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച വാചകം. ആദ്യമായി മുഴങ്ങിക്കേട്ട പ്രാർത്ഥനയുടെ വാചകവും ഇത് തന്നെയാകാം. എന്താ പറഞ്ഞത് രണ്ടുപേരും? ഖാല, അവര് രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ. പടച്ചവനെ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങളിൽ നിന്നും പാപം വന്നുപോയി, തെറ്റ് വന്നുപോയി, കുറ്റങ്ങൾ സംഭവിച്ചു പോയി. എന്ത് ചെയ്യാനാണ്? വഇൻ ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കൃപ ചെയ്ത് ഞങ്ങളെ തിരുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തരാതിരിക്കുകയോ നീ ഞങ്ങളോട് കൃപ കാണിക്കാതിരിക്കുകയോ ചെയ്താൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടവാളികളിൽ പെട്ടുപോകുമല്ലോ. പടച്ചവനെ, നിന്റെ വാതിലിൽ നിന്നും ഞങ്ങൾക്ക് കരുണ കിട്ടിയില്ലെങ്കിൽ, നിന്റെ വാതിലിൽ നിന്നും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഏത് വാതിലിൽ പോകാനാ? ഒരു വാതിലിലും മറ്റു പ്രതീക്ഷയ്ക്ക് വകയില്ല. ഈ തരത്തിൽ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ പറയണം. മൂന്നാമതായി, പ്രിയമുള്ള സഹോദരങ്ങളെ, ഉലമാ പറയുന്നത് നസുഹായ തൗബയാകണമെങ്കിൽ ആ ചെയ്തു പോയ പാപകർമ്മങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരികയില്ല, ഞാൻ ഇനി ആ തെറ്റുകളിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന ഉറച്ച നിലപാടെടുക്കണം. നാലാമതായി ഉലമാ പറയാറുണ്ട്, നമ്മളുടെ പാപകർമ്മങ്ങൾ പടച്ചവനുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ട്. മാതാപിതാക്കളോട് കാണിച്ച അനുസരണക്കേട്, അവർക്കുണ്ടാക്കിയ ഉപദ്രവം, സഹോദരങ്ങൾ തമ്മിൽ നമ്മൾ പാടില്ലാത്തത് ചെയ്തു പോയത്, അയൽവാസികളോട് ചെയ്ത തെറ്റുകുറ്റങ്ങൾ, ബന്ധുപുത്രാദികളോട് ചെയ്ത കുറ്റങ്ങൾ, നമ്മൾ സാമ്പത്തിക രംഗത്ത് വരുത്തി തീർത്ത അബദ്ധങ്ങൾ, അപാകതകൾ, നമ്മുടെ കച്ചവടത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും നമ്മൾ പടച്ചവനെ പണയം വെച്ചുകൊണ്ട് സമ്പാദിച്ചു പോയ പണം, ഇതൊക്കെ പാപകർമ്മമാണ്. ഈ പാപകർമ്മങ്ങളെ തൊട്ട് റമദാനിന്റെ രണ്ടാമത്തെ 10 നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ വെറും പടച്ചവന്റെ മുമ്പിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. ആരുമായിട്ടാണോ നമുക്ക് ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായത്, അല്ലെങ്കിൽ ഇടപാടിൽ ദുഷിപ്പ് വന്നുപോയത്, അവരെ നമ്മൾ കാണണം, അവരെ പൊരുത്തപ്പെടിക്കണം. അവരുടെ പൊരുത്തം വാങ്ങിയാലല്ലാതെ അള്ളാഹു പുറത്തു തരികയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 നിബന്ധനകളെ സമുന്നയിപ്പിച്ചുകൊണ്ട് ഒരാള് അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്താൽ തീർച്ചയായും അവന്റെ പാപം പൊറുക്കുക തന്നെ ചെയ്യും. അവന്റെ പാപം പൊറുക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, എന്റെ അടിമകളോട് ഒന്ന് ഉണർത്തിക്കൊടുക്കൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അടിമകളോട് ഒന്ന് ഉണർത്തിക്കൊടുക്കൂ, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാന് പുറത്തു കൊടുക്കുന്നവനും കരുണ പൊഴിക്കുന്നവനും തന്നെയാണെന്ന് പറഞ്ഞു വെക്കുക. എന്നെ സംബന്ധിച്ചിട്ട് നല്ലത് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ, എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ മാത്രമേ പരിചയപ്പെടുത്താവൂ. അള്ളാഹു പറയുന്നു, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലഞ്ഞു തിരിഞ്ഞ് അഭയമില്ലാതെ കഷ്ടപ്പെടുന്ന എൻ്റെ അടിയാറുകൾ, ഒരു പക്ഷേ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തതിന്റെ പേരിൽ, തെറ്റുകുറ്റങ്ങളിൽ കുടുങ്ങിയതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നു പോലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുറെ സാധുജനങ്ങൾ, അവരെ കുറിച്ചിട്ട് സാധുജനങ്ങൾ എന്ന് തന്നെ പറയട്ടെ പ്രിയമുള്ളവരെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ നേരത്ത് ഉത്ബോധനം കിട്ടിയില്ല. ഇങ്ങനത്തെ ഉപദേശങ്ങളൊന്നും അവരുടെ കാതുകളിലും ഖൽബുകളിലും എത്തിയില്ല. അവർ ജനിച്ചു വളർന്ന അവരുടെ സാഹചര്യവും അന്തരീക്ഷവും അവരെ ഒന്നെങ്കിൽ കുടിയന്മാരാക്കി, പിടിയന്മാരാക്കി, മോശക്കാരാക്കി, കുറ്റക്കാരാക്കി. അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ തടവറയിൽ കഴിഞ്ഞുകൂടുന്ന വിഭാഗം അവർക്ക് പശ്ചാത്താപത്തെ കുറിച്ചിട്ട് ആരും പറഞ്ഞു കൊടുക്കാറില്ല. അവർക്ക് പശ്ചാത്താപത്തെ സംബന്ധിച്ചിട്ട് ആരും പ്രേരണ നൽകാറില്ല. അള്ളാഹു പറയുന്നത് ഇത്തരം ആയാത്തുകളിലൂടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എവിടെയും എനിക്കിനി ഒരു കാരുണ്യം ലഭിക്കുകയില്ല എന്ന് നിരാശ പൂണ്ട് കറങ്ങി നടക്കുന്ന എൻ്റെ അടിമകളെങ്ങാനും അങ്ങയുടെ അടുക്കൽ വന്നിട്ട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ
നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ അവരോട് പറഞ്ഞേക്കണം, ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. എത്ര ഭയങ്കര ആത്മവിശ്വാസമാണ് പ്രിയമുള്ളവരെ. കോരിത്തെരിപ്പുണ്ടാകുന്ന വാക്കുകളാണിത്. നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ പടച്ചവൻ, നമ്മുടെ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, ഈ ലോകങ്ങളുടെ മുഴുവൻ അധിപനായ അള്ളാഹു, രാജാതിരാജനായ അള്ളാഹു, അങ്ങനത്തെ അള്ളാഹു ഒരു പക്ഷേ സ്വന്തം ഉമ്മ വാപ്പക്ക് പോലും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് കുടുംബത്തിൽ കുഴപ്പക്കാരനായി നടക്കുന്ന ഈ ഇറക്കിവിടപ്പെട്ട മകനെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് വാ, എൻ്റെ അടുക്കലേക്ക് വാ. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. യാ ഇബാദി, എൻ്റെ അടിമേ, എൻ്റെ അടിമേ. ഒരു പക്ഷേ നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ കുരുത്തക്കേട് താങ്ങ വയ്യാതെ ആകുമ്പോൾ പോടാ നീ എൻ്റെ മോനെ അല്ല എന്ന് പറയാം. നിന്റെ സഹോദരങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ ഒരു അനുജനേ ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്താം. നിന്റെ സുഹൃത്തുക്കള് ഞാനും നീയും തമ്മിൽ ഇനി മേലിൽ സൗഹൃദ ബന്ധമില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്താം. ആരൊക്കെ മാറ്റി നിർത്തിയാലും, ഒരു പക്ഷേ പെറ്റുപോറ്റിയ മാതാവ് മാറ്റി നിർത്തിയാൽ പോലും ഞാൻ മാറ്റി നിർത്തൂല. യാ ഇബാദി, എൻ്റെ അടിമേ, നീ എൻ്റെ അടിമയാണ്. ബാ. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചു പോയ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപകർമ്മങ്ങളിൽ പെട്ടുപോയ എൻ്റെ അടിമേ, ഞാൻ നിന്നെ ക്ഷണിക്കുന്നു, ഞാൻ നിന്നെ വിളിക്കുന്നു, ബാ ബാ. ഇങ്ങനെ പറയുന്ന ഒരു പടച്ചവൻ നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ പിന്നെ എന്തിനാണ്, ആരെയാണ് ഭയപ്പെടുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. എൻ്റെ അടിമകൾ ഇങ്ങോട്ട് വരിക, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളെയും പൊറുക്കും. ഇന്നതൊന്നൊന്നുമില്ല, എല്ലാ പാപങ്ങളെയും പൊറുക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എല്ലാ റമദാനിലും നമ്മൾ ഇത്തരം ഖുത്ബകൾ കേൾക്കാറുണ്ട്, വഅദ് നസീഹത്തുകൾ കേൾക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണയെ ചൊരിപ്പിക്കുന്ന, അതിനെ വിശാലമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒട്ടനവധി ഹദീസ് വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഈ രണ്ടാമത്തെ പത്തിൽ നോമ്പെടുത്തുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രതീക്ഷയോടുകൂടി തിരിച്ചു നിർത്തണം. അവൻ തീർച്ചയായും നമുക്ക് പുറത്തു തരിക തന്നെ ചെയ്യും, സംശയിക്കണ്ട. എന്നാൽ അതൊരു അഹന്തയായി പോകരുത്, അല്ലെങ്കിൽ അതൊരു ധിക്കാരമായി പോകരുത്. വാപ്പ ഞാൻ എന്ത് ചെയ്താലും പുറത്തു തരും, അതുകൊണ്ട് വാപ്പാക്ക് ഇതൊന്നും നോക്കാൻ നേരമില്ല, ഞാൻ എന്തും ചെയ്തോളാം എന്ന നിലയിൽ ഒരു ധിക്കാരമാകരുത്. അള്ളാഹു പുറത്തു തരിക തന്നെ ചെയ്യും, പുറത്തു തരിക തന്നെ ചെയ്യും. എന്നാൽ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വനബ്ബിഉഹും അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നിങ്ങളുടെ കണ്ണൂരുകാരുടെ ഭാഷയിൽ ഈ ആയത്തിന് അർത്ഥം വെച്ചാൽ, നന്നായാൽ വളരെ നല്ലതാണ് ഞാൻ, അഥവാ ഞാൻ തെറ്റിയാൽ വളരെ മോശമാണ്. അതും അവരോട് പറഞ്ഞു, വനബ്ബിഉഹും അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. തെറ്റിയിട്ട് എന്നോട് മോശമായി പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയും വളരെ കടുപ്പമായിരിക്കും. അതുകൊണ്ട് നേരെയാണെങ്കിൽ നേരെ, വളഞ്ഞിട്ടാണെങ്കിൽ വളഞ്ഞ് എന്ന് അള്ളാഹു എൻ്റെ അടിമകളെ പഠിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം. നമുക്ക് തീർച്ചയായും അള്ളാഹു പുറത്തു തരിക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷ ഉണ്ടാകണം. അവനല്ലാതെ വേറെ ആരാ നമുക്ക് പൊറുക്കാനുള്ളത്? ആരാ നമ്മളോട് കൃപ കാണിക്കാനുള്ളത്? ആരാ നമ്മളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കാനുള്ളത്? ആരുമില്ല. അതുകൊണ്ട് അള്ളാഹു പുറത്തു തരും. ഞാൻ അവിടെ അല്ലാതെ വേറെ എവിടെ അഭയം പ്രാപിക്കും? എന്നാൽ എൻ്റെ പടച്ചവനെ, കരുണയുള്ള നാഥ, ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തിട്ടും ഇങ്ങനെ പാപകർമ്മങ്ങളിൽ കുടുങ്ങിപ്പോയല്ലോ ഞാൻ, ഇത്രയൊക്കെ അവസരം നൽകിയിട്ടും പിന്നെയും തെറ്റുകുറ്റങ്ങളിൽ കുടുങ്ങിപ്പോയല്ലോ, നീ എന്നെ വെറുക്കുമോ? നീ എന്നെ വെറുക്കരുത്, നീ എന്നെ വെറുക്കുമോ എന്ന ഭയപ്പാടുണ്ടാകണം. ഖൗഫൻ വതമഅൻ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭയപ്പാട് വേണം, അതുപോലെ പ്രതീക്ഷയും വേണം. പ്രതീക്ഷ മാത്രമാകുന്നതും പാടില്ലാത്തതാണ്, ഭയം മാത്രമാകുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഭയം മാത്രമാകുന്നതും അള്ളാഹുവിന് ഇഷ്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ട ആളുകളോടൊപ്പം ഒരു മയ്യത്ത് മറവാടുന്നതിന് വേണ്ടി പോയി. ആ മയ്യത്ത് മറവാടുന്നതിന് മുന്നോടിയായ നിലയിൽ മുസ്ലിമീങ്ങളായ പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണഗതിയിൽ നിർവഹിക്കപ്പെടാറുള്ള മയ്യത്ത് നമസ്കാരം, ആ മയ്യത്ത് നമസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകാൻ മുമ്പോട്ട് നീങ്ങി. ആ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ആദരവോടെ മെല്ലെ പിന്നിൽ നിന്നും തങ്ങളുടെ കമീസ് പിടിച്ചുകൊണ്ട് പുറകോട്ടാക്കിയിട്ട് ചെവിയിൽ പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാളൊരു തെമ്മാടിയാണ്, ഇന്നഹു ഫാജിർ, ഇവനൊരു തെമ്മാടിയാണ്, നാട്ടിൽ അറിയപ്പെട്ട ഒരു ഗുണ്ട. നമ്മുടെ ഭാഷയിൽ ഞാൻ അർത്ഥം വെക്കുകയാണ്, അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് നബിയെ അങ്ങയാക്കി ഇമാം നിൽക്കാൻ പാടില്ല, അങ്ങയാക്കി ഇമാം നിൽക്കാൻ പാടില്ല, ഒരു മോശപ്പെട്ട മനുഷ്യനാണ് ഇവൻ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബ് തേങ്ങി. നബി തങ്ങൾക്ക് തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് അവൻ മോശപ്പെട്ടവനാണെന്ന് പറയുന്നത് താങ്ങാൻ പോലും കഴിയില്ല, അത് കേൾക്കാൻ പോലും കഴിയില്ല. കാരണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കിടാങ്ങളെപ്പോലും പട്ടിണിക്കിട്ടുകൊണ്ട് ഈ സമുദായത്തെ ഈ സമൂഹത്തെ നന്മയിൽ കൈപിടിച്ച് നയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ അനുയായികളിൽ ഒരാൾ മോശപ്പെട്ടവനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് പെട്ടെന്ന് സമ്മതിച്ചു തരികയില്ല. ഞാൻ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മുതിരുമ്പോൾ അയാൾ മോശപ്പെട്ടവനാണ് നബി, അങ്ങ് നമസ്കരിക്കരുതേ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും, ഞാൻ എങ്ങനെ താങ്ങും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ വാക്കുകൾ കേട്ട് അല്പം ആലോചിച്ചു. എന്നിട്ട് സദസ്സിനെ നേരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, സഹാബാക്കളെ, ഈ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു നന്മ ആർക്കെങ്കിലും അറിയാമോ? ഇയാൾ മുസ്ലിമാണ്, മുസ്ലിമായതുകൊണ്ടാണല്ലോ മയ്യത്ത് ഈ നിലയിൽ മുസ്ലിമീങ്ങളുടെ നേതാവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ കൊണ്ടുവച്ചത്. ഈ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് പോലെ അയാൾ പാവപ്പെട്ടവനാണ്, കുറെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ്, ആയിക്കോട്ടെ, ഇയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നന്മയുള്ളതായി നിങ്ങളിൽ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. ഒരാൾ എണീച്ചെന്ന് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രാമധ്യേ രാത്രിയിൽ ഇറങ്ങി താമസിച്ചപ്പോൾ വിശ്രമവേളയിൽ ഞങ്ങളുടെ സംഘത്തിന് കാവല് നിൽക്കാൻ ഒരാൾ വേണമെന്ന് സംഘത്തലവൻ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ഈ മനുഷ്യനാണ് ദീനിന്റെ മാർഗത്തിൽ പുറപ്പെട്ട ആ സംഘത്തിന് കാവല് നിന്നത് എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് സന്തോഷം കളിയാടി, പ്രതീക്ഷ കളിയാടി, തങ്ങളുടെ കണ്ണുകൾ ആ നിലയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാ ഞാൻ നമസ്കരിക്കുകയാണ് ഈ സഹോദരന് വേണ്ടി. ഈ സഹോദരന്റെ ഈ നന്മയുടെ പേരിൽ തീർച്ചയായും അള്ളാഹു അവനിൽ അനുഗ്രഹിക്കുമെന്നും കനിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇമാമായി നിൽക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു. ആ മനുഷ്യനെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ആ മനുഷ്യന്റെ അമാലുകളെ, സാലിഹായ അമാലുകളെ സ്വീകരിക്കണമേ എന്നും അവന്റെ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കണമേ എന്നും പറഞ്ഞതായി ഹദീസിന്റെ റിവായത്തുകളിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് യാദൃച്ഛികമായ ഒരു സംഭവമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഈ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് ഒരു വലിയ തത്വം പഠിപ്പിക്കുകയായിരുന്നു. നമ്മൾ പ്രത്യക്ഷത്തിൽ അയാൾ മോശക്കാരനാണ്, അയാൾ താടിയൊന്നും ഇല്ലാത്ത ആളാണ്, എപ്പോൾ നോക്കിയാലും ക്ലീൻ ഷേവാണ്, തലയിലൊന്നും ഇടാത്ത ആളാണ്, കണ്ടാൽ ഒരു മുസ്ലിമാന്ന് പോലും തോന്നൂല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? നമ്മൾ കുറച്ച് ആളുകൾ ഇങ്ങനെ തലയെ തൊപ്പിയിടുന്നവരും തലയെക്കെട്ട് കെട്ടുന്നവരും നീളക്കുപ്പായം ഇടുന്നവരും പള്ളിയുമായി ബന്ധപ്പെട്ട പടച്ചവന്റെ സ്വന്തം ആളുകൾ എന്ന ധാരണയിൽ അതില്ലാത്ത കുറെ പാവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. ഇല്ല, അങ്ങനെ ആരും ചിന്തിക്കണ്ട. ഒരാളെ, ഒരടിമയെ, ഒരു മുസ്ലിമിനെ തെമ്മാടി എന്ന് വിധി എഴുതാൻ നിനക്കാര് അധികാരം തന്നു? ഇതാരാ ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കളിൽ ഒരാളായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് നമ്മൾ ഒരാളെയും ചെറുതായി കണക്കാക്കരുത്, ഒരാളിൽ നിന്നും ഉണ്ടാകുന്ന അമലുകളെയും ചെറുതായി കണക്കാക്കരുത്, ഒരാളെയും നമ്മൾ അവന്റെ പാപകർമ്മങ്ങളുടെ പേരിൽ അപമാനിക്കരുത്, പരിഹസിക്കരുത്, വ്രണപ്പെടുത്തരുത്. അത് പാടില്ലാത്തതാണ്. ചിലപ്പോൾ അവൻ ചെയ്ത പാപകർമ്മങ്ങളുടെ പേരിൽ അവൻ പശ്ചാത്തപിക്കുമ്പോൾ പടച്ചവൻ അവനിൽ കനിയുകയും പുറത്തു കൊടുക്കുകയും ചെയ്യും. നമ്മൾ വലിയ ആളുകളായി അവനെ പരിഹസിച്ചാൽ ആ പരിഹാസത്തിന്റെ പേരിൽ അള്ളാഹു നമ്മളെ പിടിച്ച് ശിക്ഷിക്കും. വാദി പ്രതിയായി എന്ന് നമ്മൾ പറയാറില്ലേ? വാദി പ്രതിയാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരിക്കൽ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു മയ്യത്ത് മറവാടപ്പെട്ടു. ആ മയ്യത്ത് മറവാടപ്പെടുന്ന വേളയിൽ ആ മനുഷ്യനെ കുറിച്ചിട്ട് നാട്ടുകാരുടെ ഇടയിൽ നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ, നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനെ മറവാടപ്പെട്ടതിന് ശേഷം സദസ്യര്, അതിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ആഹാ, നീ ഭാഗ്യവാനാണ്, നീ സ്വർഗവാസിയാണ്, നീ സ്വർഗത്തിലേക്ക് യാത്രയാക്കപ്പെട്ടവനാണല്ലോ എന്നിങ്ങനെ ഒരാൾ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ തടഞ്ഞുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, ആ മനുഷ്യന് സ്വർഗവാസിയാണെന്ന് പറയാൻ നിനക്കാരാ അധികാരം തന്നത്? ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ നിനക്കാരാ അധികാരം തന്നത്? എന്റെ ഒരു മനുഷ്യനിൽ നിന്നും മാലായഅനി സംഭവിച്ചിട്ടുണ്ടാവുകയില്ലേ? പാടില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ വർത്തമാനം പറഞ്ഞു പോയിട്ടുണ്ടാവൂലേ? അനാവശ്യമായ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ അള്ളാഹു അവനെ ഇഷ്ടപ്പെടാതെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവൂലേ? അത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, നമുക്ക് വിധിക്കാൻ കഴിയില്ലല്ലോ. നിനക്കാരാ ഇത് വിധിക്കാനുള്ള അധികാരം തന്നതെന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് നമ്മൾ അള്ളാഹുവിന്റെ പൊറുക്കലിനെയും അവന്റെ മഗ്ഫിറത്തിനെയും വിശാലമായ നിലയിൽ പ്രതീക്ഷ വെക്കുകയും അതിനുവേണ്ടി നമ്മൾ ആശിക്കുകയും അർത്ഥിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുഭാഗത്ത് അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും അങ്ങേയറ്റം ഭയപ്പെടണം
എന്നെ അവൻ സ്വീകരിക്കുമോ എന്ന വെപ്രാളം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇത് രണ്ടിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെ തൗബയാകുന്നത്, നമ്മുടെ പശ്ചാത്താപമാകുന്നത്. ആ നിലയിൽ രണ്ടാമത്തെ 10 ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളായ നമുക്കിടയിൽ സംഭവിച്ചു പോരുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതിലൊന്നാണ് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യനെ നമ്മൾ മുദ്ര കുത്തുന്നു, താറടിക്കുന്നു, തേജോവധം ചെയ്യുന്നു, അവനെ മാറ്റി നിർത്തുന്നു. പിന്നെ അവന് ഈ നിലയിൽ മടങ്ങി വരാനോ തിരിച്ചു വരാനോ ഒരു അവസരം പോലും നൽകാത്ത രൂപത്തിൽ അവനെ കുറ്റവാളിയാക്കി മാറ്റുന്നു. നമ്മൾ സാധാരണ തമാശ രൂപത്തിൽ ഉദാഹരണം പറയാറുണ്ട്. ഒരാള് ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്തിനാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്? തൊട്ടടുത്ത വീട്ടിലെ ഒരു ആളിന്റെ വാഴയിൽ നിന്നും അതിന്റെ കൊല വെട്ടി എന്നതിന്റെ പേരിലാണ് അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ ഈ മനുഷ്യൻ കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞുകൂടിയിട്ട് പുറത്തു വന്നപ്പോൾ അവന് ജയിലിലുണ്ടായ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് അവൻ ജുവലറി കുത്തി തുറന്നു, വലിയ സ്വർണ്ണക്കടകൾ മോഷ്ടിക്കാൻ തുടങ്ങി. ഒരു വാഴക്കൊല മോഷ്ടിച്ചതിന്റെ പേരിലാണ് അവനെ ജയിലിലേക്ക് അടച്ചത്. ജയിൽ ജീവിതം അവനെ ആരാക്കി മാറ്റി? അവനെ വലിയ കുറ്റവാളിയാക്കി മാറ്റി. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ പരിശോധിച്ചാൽ സമൂഹത്തിന്റെ മുഴുവനുള്ള അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഉത്തമ സമുദായമായതുകൊണ്ട് നമ്മളെ കുറിച്ചിട്ടാണല്ലോ പറയേണ്ടത്. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു സാധുവായ സഹോദരൻ അബദ്ധം സംഭവിച്ചാൽ, സഹോദരിക്ക് അബദ്ധം സംഭവിച്ചാൽ, പാപങ്ങൾ ഉണ്ടായാൽ, കുറ്റങ്ങളിൽ കുടുങ്ങിപ്പോയാൽ അവരുടെ കൽബിൽ അതിനെ സംബന്ധിച്ചിട്ട് അതിയായ ഖേദമുണ്ടാകും, വേദനയുണ്ടാകും. പക്ഷേ അവരെ നമ്മൾ താറടിക്കുകയും മുദ്ര കുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ദുരവസ്ഥയുണ്ട്. അത് പാടില്ല എന്ന് പറഞ്ഞു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കതിന് അധികാരമില്ല. നമ്മൾ അവനെ അള്ളാഹുവിലേക്ക് കൊണ്ടുവരാൻ, അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ പണിയെടുക്കാമോ ആ തരത്തിലൊക്കെ പണിയെടുത്തുകൊള്ളണമെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്ത് തൗബ 2ാമത്തെ 10-ലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട് സൂറത്ത് തൗബ എന്ന പേരിൽ. തൗബ എന്ന പേരിൽ അവതരിച്ച ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ലാതെ ഓതുന്ന ഏക സൂറത്താണ് സൂറത്ത് തൗബ. എന്തുകൊണ്ടാണ് ബിസ്മി ഇല്ലാതെ പോയത്? ഉലമാക്കൾ അതിന്റെ കാരണത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർ ഇങ്ങനെ പറഞ്ഞു, ഈ സൂറത്ത് തൗബയിൽ ആദ്യം മുതൽ ഉള്ള ഓരോ ആയത്തുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ കോപമാണ് വടിഞ്ഞൊഴുകുന്നത്. മുശ്രിക്കുകളോട്, മുനാഫിക്കുകളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന അകാരണമായ നിലയിൽ ഈ അധമന്മാരെ അടിച്ചമർത്താൻ വേണ്ടി വരുന്ന വിഭാഗത്തോടൊക്കെ അല്ലാഹു തആല കോപാകുലനായി സംസാരിക്കുകയാണ്. അകാരണമായിട്ടല്ല, മറിച്ച് നിങ്ങൾ എത്ര പ്രാവശ്യം കരാറ് ലംഘിച്ചു, എത്ര പ്രാവശ്യം വഞ്ചന നടപ്പിലാക്കി, എത്ര പ്രാവശ്യം പാവങ്ങളെ ആക്രമിച്ചു, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾക്കൊക്കെ ന്യായം കണ്ടെത്തുന്നു. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അപഹാസ്യനാകുന്നത് ശരിയല്ല. എന്തിനും എപ്പോഴും കയറിക്കളിക്കാൻ പറ്റുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം അന്നും ഇന്നും ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. ആർക്കും എന്തും ചെയ്യാം. അങ്ങനെ ആരുടെ മുമ്പിലും ഇനി താണുകൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോപാകുലനായ റബ്ബ് അവന്റെ അടിയാറുകൾക്കിടയിലുള്ള ചില വസ്തുതകളെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ സൂറത്ത് തൗബ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനത്തിന് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് അനുചിതമാണ്, ഔചിത്യമില്ലായ്മയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ബിസ്മി പറയാത്തതെന്നാണ് ഉലമാ പറയുന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവർ പറയും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. സൂറത്ത് തൗബയുടെ വചനത്തിൽ ബറാഅതും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദതും മിനൽ മുശ്രികീൻ ഫസീഹു ഫിൽ അർളി അർബഅത അശ്ഹുരിൻ വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ്. അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുമുള്ള ഒരു ബറാഅത്താണ്, അതിന്റെ പ്രഖ്യാപനമാണ് ഈ കേൾക്കുന്നത്. ഈ ബറാഅത്ത് പ്രഖ്യാപിക്കുമ്പോൾ ബിസ്മിയും ഹംദും പറഞ്ഞിട്ട് വേണ്ട, തുടങ്ങണ്ട എന്ന നിലയിലാണ് ബിസ്മി ഉപേക്ഷിച്ചത്. അഥവാ കോപാകുലനായി സംസാരിക്കുന്ന അത്തരം അടിമകളോട് ശക്തമായ ഭാഷ ഉപയോഗിക്കുന്ന റബ്ബിന്റെ വാക്കുകളാണ് സൂറത്ത് തൗബയിൽ നമ്മൾക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത്. കാരണം അത്രയേറെ അക്രമമാണ് അവർ ചെയ്തത്, വഞ്ചനയാണ് അവർ ചെയ്തത്, വാക്കുലംഘനമാണ് അവർ ചെയ്തത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ സൂറത്തിലെ ആയത്തുകൾ ഇങ്ങനെ ഓതി വരിക. ഒരു പേജ് എത്തുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തനിനിറം വെളിവാക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഉറങ്ങാതെ കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാലേ കാര്യം മനസ്സിലാവുകയുള്ളൂ. ഒരു പേജ് എത്തുന്നതിന് മുമ്പ് ആരംഭത്തിൽ ബിസ്മി ഒന്നും പറയാതെ തുടങ്ങിയതാണെങ്കിലും ഒരു പേജ് എത്തുന്നതിന് മുമ്പ് രാജാതിരാജനായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ തനിനിറം വ്യക്തമാകുന്നു എന്ന് പറയാം. എന്താ തനിനിറം? അള്ളാഹു പറയുന്നു, فَإِن تَابُوا وَأَقَامُوا الصَّلَاةَ وَآتَوُا الزَّكَاةَ فَخَلُّوا سَبِيلَهُمْ فَإِن تَابُوا وَأَقَامُوا الصَّلَاةَ وَآتَوُا الزَّكَاةَ فَخَلُّوا سَبِيلَهُمْ. ഇത്ര അക്രമിയാണ് അവനെങ്കിലും
വാക്കുലംഘനം നടത്തിയവനാണെങ്കിലും കപടവിശ്വാസിയാണെങ്കിലും എത്ര മോശപ്പെട്ടവനാണെങ്കിലും ശരി, ഞാൻ ബിസ്മി പോലും പറയാതെ ശക്തമായ വാണിംഗിന്റെ ശബ്ദത്തിലാണ് ഇത് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ശരി, മുഅ്മിനീങ്ങളെ കേട്ടുകൊള്ളുക, ഫഇൻ താബൂ, അവൻ പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ, വഅഖാമുസ്സലാത്ത, ആ പശ്ചാത്താപത്തിന്റെ ലക്ഷണം എന്ന നിലയിൽ നമസ്കാരം നിലനിർത്താൻ തുടങ്ങി, വആതവുസ്സകാത്ത, സകാത്ത് കൊടുക്കാനും തുടങ്ങി, അവൻ നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതായി കണ്ടാൽ പിന്നെ നിങ്ങൾ അവനെ തൊട്ടുപോകരുത്. ഫഖല്ലു സബീലഹും, അവൻ അവന്റെ വഴിക്ക് വിട്ടേക്കുക. അല്ലാഹു പറയാണ് സൂറത്ത് തൗബയിൽ, താക്കീദിന്റെ ശബ്ദവുമായി അതിന്റെ സ്വരമാധുരിയുമായി അവതരിച്ച വചനത്തിൽ അള്ളാഹുവിന്റെ തനിനിറത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ പറയുന്നു, എത്ര മോശപ്പെട്ടവനാണെങ്കിലും എത്ര കുറ്റക്കാരനാണെങ്കിലും അവൻ തിരുത്താൻ തയ്യാറായാൽ, അവൻ മാറി വരാൻ തയ്യാറായാൽ പിന്നെ നിങ്ങൾ അവനെ കൈകാര്യം ചെയ്യരുത്, അവനോട് മോശമായി പെരുമാറരുത്. ഫഖല്ലു സബീലഹും, അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കുക. വീണ്ടും ഓതാൻ തുടങ്ങി, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലിഗ്ഹു മഅ്മനഹ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. ഏതെങ്കിലും ഒരു മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബദ്ധവൈരിയെ കുറിച്ചായി പറയുന്നത്, നിങ്ങളുടെ ശത്രു, അവന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി ഒട്ടി നിൽക്കാനോ അടുത്തു വരാനോ എന്തെങ്കിലും ഒരു സന്മനസ് പ്രദർശിപ്പിച്ചാൽ ആ സന്മനസ്സിനെ നിങ്ങൾ കൈക്കൊള്ളണം. അഥവാ നീ പോടാ, നീ നമ്മളോട് അക്രമം പ്രവർത്തിച്ചത് കൊണ്ട് നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അതിന്റെ വൃത്തത്തിൽ നിന്ന് വെളിയിലാണ് എന്നൊന്നും നീ പറയരുത്. അള്ളാഹു പറയുകയാണ്, എന്ത് ചെയ്യണം? അവനെ നിന്നോടൊപ്പം അണച്ചു ചേർക്കണം, നിന്നോടൊന്നിച്ചു കൂട്ടണം. എന്നിട്ടോ ഹത്താ യസ്മഅ കലാമല്ലാഹ്, അവനും അള്ളാഹുവിന്റെ അടിമയാണ്. ആ അടിമയായ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ കലാമ് കേൾക്കട്ടെ. കലാമ് കേൾക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ നാട്ടിൽ നമ്മളെ കൊന്നു തിന്നാൻ കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യമാണെന്ന് ഗണിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിട്ടാ പടച്ചവൻ നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ പശ്ചാത്തപിച്ച് നേർമാർഗം സ്വീകരിച്ച് വരാൻ തയ്യാറായാൽ അവരെ നിങ്ങൾ അണച്ചുകൂട്ടണം, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചേർക്കണം. നിങ്ങൾ അവർക്ക് വിശുദ്ധ കലാം ഓതിക്കൽപ്പിച്ചു കൊടുക്കണം. അത് കേൾക്കട്ടെ, കേട്ട് അവരുടെ മനസ്സ് വിശാലമാകട്ടെ. ദാലിക ബിഅന്നഹും ഖൗമുൽ, എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഇളവ് അവർക്ക് നൽകുന്നതെന്ന് വെച്ചാൽ അവർ അറിവില്ലാത്ത ജനതയല്ലേ. അള്ളാഹു പറയുകയാണ്, അവർ അറിവില്ലാത്ത ജനതയല്ലേ. കരുതിക്കൂട്ടി നരകത്തിൽ പോകണമെന്ന ആഗ്രഹത്തോടുകൂടി ആരാണ് പാപകർമ്മം ചെയ്യുന്നത്? ആരും ചെയ്യില്ല. അറിവില്ലായ്മയുടെ പേരിൽ അബദ്ധത്തിൽ ആദ്യം പെട്ടുപോകലാണ്, പിന്നെ ആ പാപത്തിന് അവൻ അടിമയാകലാണ്. അടിമയാകുമ്പോൾ പിന്നെ തന്റെ ആ തണ്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ധിക്കാരത്തോടുകൂടി പിന്നെ ആ പാപകർമ്മം അവന്റെ തണ്ടിന്റെ ഭാഗമായി മാറലാണ്. അല്ലാതെ ആരും കരുതിക്കൂട്ടി മനഃപൂർവ്വം പാപം ചെയ്യുകയല്ല ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഈ നിലയിലൊക്കെ പറഞ്ഞിട്ട് പടച്ചവൻ വീണ്ടും ഒരു 1.5 പേജോളം ഓതിപ്പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആ വാചകത്തെ അതേ വാക്കുകളിൽ വീണ്ടും ആവർത്തിക്കുന്നു. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين. വീണ്ടും ഞാൻ പറയട്ടെ, അവർ തൗബ ചെയ്യാൻ തയ്യാറായാൽ ആ തൗബയുടെ പ്രദർശനം എന്ന നിലയിൽ, ലക്ഷണം എന്ന നിലയിൽ നമസ്കാരം പോലെയുള്ള സൽക്കർമ്മങ്ങൾ നിലനിർത്താൻ അവർ തയ്യാറായാൽ, സകാത്ത് പോലെയുള്ള സാമ്പത്തിക ക്രമങ്ങളെ ശ്രദ്ധിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അറിഞ്ഞുകൊള്ളുക, അവർ നിങ്ങളുടെ മതത്തിലെ ഉറ്റമിത്രങ്ങളാണ്. അതുവരെയും നിങ്ങളുടെ ബദ്ധവൈരികളായിരുന്നു, ശത്രുക്കളായിരുന്നു, ശരി. പക്ഷെ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കുടിപ്പകയില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ അള്ളാഹു വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. സൂറത്ത് തൗബ പശ്ചാത്താപത്തിന്റെ അധ്യായമാണ്. പശ്ചാത്താപം റമദാനിന്റെ 2ാമത്തെ പകുതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ വിനിയോഗിക്കാറുള്ളത്. എന്നാൽ പശ്ചാത്താപത്തിന്റെ ഒരുപാട് വശങ്ങൾ ഞാൻ നിങ്ങളും അറിയാതെ പോകുന്നു, കാണാതെ പോകുന്നു, പഠിക്കാതെ പോകുന്നു, കേൾക്കാതെ പോകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സൂറത്ത് തൗബയുടെ പല വശങ്ങളെയും സമുദായത്തിന് ഇനിയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സമുദായ നേതൃത്വം അതൊന്നും ഇനിയും ശ്രദ്ധയോടുകൂടി നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമുദായം ഓരോ ദിവസവും വീണ്ടും വീണ്ടും അനാവശ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ആഭാസങ്ങളിലേക്കും അധാർമികതകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ, അമൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൃത്യമായി കൊടുത്തു വിടുകയും ചെയ്യുന്നതായി കണ്ടാൽ അവര് നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ സ്വന്തം മിത്രങ്ങളെ പോലെയാണ്, ഉറ്റമിത്രങ്ങളെ പോലെയാണ്. അവര് ഇന്നലെ വരെയും ഞങ്ങളുടെ നേരെ ശൂലമെടുത്ത് പ്രയോഗിച്ചവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മസ്ജിദുകളെ തകർത്ത് തരിപ്പണമാക്കിയവരാണ്, ഞങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവരാണ്, ഞങ്ങളുടെ അവകാശങ്ങളെ ഹനിച്ചവരാണ്. ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ പാവപ്പെട്ട കൊച്ചു കിടാങ്ങളെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഇപ്പൊ ലൈവായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, അവരുടെ കൈകാലുകൾ കെട്ടിക്കൊണ്ട് വലിയ ഒഴുകുന്ന നദിയിലേക്ക് എടുത്തെറിഞ്ഞവരാണ്, കത്തുന്ന തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞവരാണ്. ആട്ടെ, അതൊക്കെ ചെയ്തവരാണെങ്കിലും ഫൈൻ താബു വഅഖാമുസ് സലാത്ത വആതവുസ് സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ,
അങ്ങനെ കൊടിയ ശത്രുവിന്റെ കോലമണിഞ്ഞുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തവനാണെങ്കിൽ പോലും അവൻ എൻ്റെ അടിമയാണ്. അവൻ തൗബ ചെയ്ത് നമസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുത്ത് നല്ല വഴിയിലേക്ക് വന്നാൽ പിന്നെ നീ അവനെ കുറ്റം പറയരുത്, അവനെ മോശക്കാരനായി ചിത്രീകരിക്കരുത്. അവൻ നിന്റെ ദീനിൽ നിന്റെ ഏറ്റവും ഉറ്റം ഇത്രത്തെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത്രയും സുന്ദരമായ സാമൂഹിക നീതി പറഞ്ഞ ഒരു മതം എവിടെയാണുള്ളത് പ്രിയമുള്ളവരെ? ഇത്രയും സുന്ദരമായ സാമൂഹിക നീതി. നമുക്ക് ആരോടും കുടിപ്പകയില്ല, നമുക്ക് ആരോടും കുലത്തിന്റെ പേരിലുള്ള വൈരമില്ല. ആ നിലയിലുള്ള വൈരത്തെ വെച്ചു പുലർത്താൻ മുസ്ലിമീങ്ങൾക്ക് അനുവാദവുമില്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയിൽ അവനെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നവരാണ്. ഈ കാണുന്ന മുഴുവൻ മനുഷ്യ സഞ്ചയവും അള്ളാഹുവിന്റെ അടിമകളാണ്. ആ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്ന നിലയിൽ തൗഹീദിനെയും റിസാലത്തിനെയും അംഗീകരിച്ചുകൊണ്ട് നമസ്കാരത്തെയും സക്കാത്തിനെയും നിലനിർത്താൻ തയ്യാറായാൽ അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും എത്ര കൊടിയ ശത്രുവാണെങ്കിലും അവനൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്നവനാണ് എന്ന പൊതുതത്വം മുസ്ലിം ലോകം അംഗീകരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന പ്രമാണം അത് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഇത്തരം വരികളൊക്കെ ഓതിക്കൊണ്ട് നമ്മൾ പൊതുസമൂഹത്തോട് പ്രസംഗിക്കുകയല്ല വാസ്തവത്തിൽ ഇന്ന് വേണ്ടത്. മറിച്ച് നമ്മളുടെ സമുദായത്തിന്റെ ഉള്ളിൽ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ എന്ന് അല്ലാഹു കുഫാറുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, കൊടിയ ശത്രുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ ഈ പറയുന്ന പ്രസംഗമൊന്നും കേൾക്കാത്ത ഒരുപാട് ശതമാനങ്ങളുണ്ട്. അവർക്ക് റമളാനില്ല, അവർക്ക് ഖുത്ബയില്ല, അവർക്ക് പ്രസംഗമില്ല, അവർക്ക് ഉറുദിയില്ല, വഅദില്ല, നസീഹത്തില്ല. പള്ളിയിൽ വരുന്ന വിഭാഗത്തെ ഇരുത്തി പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗം നടത്തും. ആ പ്രസംഗത്തിന് ശേഷം എന്റെ കീശയിലുള്ള രസീത് കുറ്റി ഞാൻ എടുത്ത് ഇങ്ങനെ വിതരണം ചെയ്യും. ആ കുറ്റി മുഴുവനും എഴുതി നിറച്ച് പണവുമായി എന്നെ സന്തോഷിപ്പിച്ചു വിട്ടാൽ ഞാൻ നിങ്ങളിൽ സുത്യർഹനായ അല്ലെങ്കിൽ ആദരണീയനായ പണ്ഡിതനായി. നേരെ മറിച്ച് ഈ ഓടകളിലും തെരുവീഥികളിലും ബാറുകളിലും മറ്റുമൊക്കെയായി കറങ്ങി നടക്കുകയും പ്രഭാതം മുതൽ പ്രദോഷം വരെ രണ്ട് കാലിൽ നടക്കാൻ തൗഫീഖ് ലഭിക്കാതിരിക്കുകയും ചെയ്ത മദ്യത്തിന്റെയും മദിരാശിയുടെയും അടിമയായി പോയ സാധുക്കളായ അള്ളാഹുവിന്റെ അടിയാറുകൾ നമ്മളുടെ സഹോദരങ്ങളുണ്ട്. അവന്റെ പേര് മുസ്ലിമിന്റെ പേരാണ്, അവന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പേര് മുസ്ലിമിന്റെ പേരാണ്. പക്ഷെ അവൻ കുടിയനായതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തി, അവൻ പിടിയനായതുകൊണ്ട് മാറ്റി നിർത്തി. പക്ഷെ ആലോചിക്കുക, അവനെ ആരാണ് കുടിയനാക്കിയത്? അവനെ ആരാണ് പിടിയനാക്കിയത്? പള്ളിയിലിരിക്കുന്ന ഞാനും നിങ്ങളും പുണ്യവാളന്മാരെന്ന് സ്വയം വിചാരിക്കുകയും വിശ്വസിക്കുകയും പള്ളിക്ക് വെളിയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചിട്ട് മോശക്കാരാണെന്ന് സ്വയം നമ്മൾ അങ്ങ് വിധി എഴുതുകയും ചെയ്തുവെങ്കിൽ അള്ളാഹു അനുവദിക്കുന്നില്ല. അവന്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിക്കുകയില്ല. എന്റെ അടിമകളെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ചെറിയ ഉദാഹരണങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ഭരണാധികാരിയാണ്. ലോകത്തിന് മാതൃകയായി ഭരണം നയിച്ച മഹാനവറുകളാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം എല്ലാ നിലയിലും ശ്രദ്ധേയമാണ്. അതൊക്കെ ചരിത്രമാണ്, നിങ്ങളൊക്കെ അറിയുന്നതാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുകയല്ല. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹത്തിന്റെ റെയ്ഡ് നടക്കുന്നു. നമ്മളുടെ ഭാഷയിൽ പറയുകയാണ്, റെയ്ഡ് നടക്കുന്നു. രാത്രിയിൽ ഓരോ വീടുകളിലും റെയ്ഡ് നടക്കുന്നു. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെയുള്ള റെയ്ഡുകളല്ല, മറിച്ച് അനുകമ്പയോടുകൂടി അനുയായികൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനുള്ള മനസ്സുമായി ഭരണാധികാരി സ്വന്തം ഉറക്കമൊക്കെ മാറ്റിവെച്ചിട്ട് നാട്ടുകാരുടെ ക്ഷേമം അറിയാൻ വേണ്ടി കറങ്ങി നടക്കുകയാണ്. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കീശയിലേക്ക് വരുന്ന പണത്തിന്റെ കെട്ടനുസരിച്ചിട്ട് വിധി മാറ്റി എഴുതുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ വകുപ്പുകളും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിടുന്ന വിഭാഗത്തെ സംബന്ധിച്ചിട്ടല്ല ഈ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളുടെ ആ രാത്രിയിലുള്ള നടത്തത്തിന്റെ ഇടയിൽ, പെട്രോളിങ്ങിന്റെ ഇടയിൽ ഒരു വീട് ശ്രദ്ധയിൽപ്പെട്ടു. ആ വീട്ടിൽ ചെറിയ വെളിച്ചം കാണുന്നു. സാധാരണ മദീനയിൽ വെളിച്ചം കാണുക എന്ന് പറഞ്ഞാൽ അന്ന് അസാധാരണമാണ്, പതിവില്ല. വെളിച്ചം കണ്ടാൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നാണ് അത് ലക്ഷണം. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ആ വെളിച്ചം കണ്ട വീട്ടിന്റെ പരിസരത്തേക്ക് പോയി. മെല്ലെ വീട്ടുകാരൻ അറിയാതെ ആ വീട്ടിന്റെ ഉള്ളിൽ കയറിക്കൂടി. ഈ വീട്ടിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ അയാൾ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നു. മദ്യക്കുപ്പി അയാളുടെ മുമ്പിൽ ഇരിക്കുന്നു. കാണാൻ സൗന്ദര്യവതിയായ ഒരു അടിമ സ്ത്രീ അയാളുടെ മുമ്പിൽ നൃത്തം ചവിട്ടുകയാണ്. എന്നിട്ടോ ഈ മദ്യക്കുപ്പിയിൽ നിന്നും ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ട് ആ മനുഷ്യനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പാതിരാത്രിയാണ്, എന്റെ സ്വന്തം വീട്ടിലാണ്, ഞാൻ സുഖമായി ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സുഖമെടുക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു. ഈ കാഴ്ച നാട്ടിലെ വലിയ അധികാരി കാണുന്നു, ഭരണാധികാരി സാധാരണക്കാരനല്ല, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അവറുകളാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളുടെ മനസ്സിന് വല്ലാത്ത വേദനയായി, വല്ലാത്ത നൊമ്പരമായി. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവറുകളും കൂട്ടത്തിലുണ്ടായിരുന്നു.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഇബ്നു മസ്ഊദിനെ നോക്കിയിട്ട് കണ്ണിങ്ങനെ ഒഴുക്കി. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ അവസ്ഥ പരിശോധിക്കൂ. ഇയാൾ വയസ്സനായി, വൃദ്ധനായി, ശരീരമൊന്നും വേണ്ടതുപോലെ എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള ആരോഗ്യം പോലും ഇയാൾക്കില്ല. പക്ഷേ ഈ മനുഷ്യൻ ചെയ്യുന്ന വൃത്തികേട് കണ്ടില്ലേ? ഈ പാതിരാത്രിയിൽ വീട്ടിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അയാൾ മദ്യം കുടിക്കുന്നു. അയാൾ ഒരു പെണ്ണിനെ വെച്ചിട്ട് ആഭാസങ്ങൾക്ക്, അതിന്റെ നൃത്തങ്ങൾക്ക് മനസ്സിനെ നൽകുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ ആ വീട്ടുകാരൻ ഞെട്ടി. അപ്പോഴാണ് തന്റെ വീട്ടിന്റെ ഉള്ളിൽ രണ്ടാളുകൾ കടന്നു വന്ന വാർത്ത അറിയുന്നത്, വിവരം അറിയുന്നത്. പെട്ടെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ആ മനുഷ്യനോട് അല്പം മോശമായി സംസാരിച്ചു. നിങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ഈ പ്രായത്തിലും ഇങ്ങനത്തെ വൃത്തികേടുകളിലാണോ നിങ്ങൾ കഴിയുന്നത്? ഈ വൃത്തികേടുകളുടെ പേരിൽ ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മേൽ ശക്തമായ നടപടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിച്ചു. വളരെ ഭവ്യതയോടുകൂടി, സൗമ്യതയോടുകൂടി ആ തെറ്റ് ചെയ്തു എന്നത് ശരിയാണ്. തെറ്റുകാരനായ മനുഷ്യൻ തിരിച്ചു പ്രതികരിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ തെറ്റ് ചെയ്തു. പക്ഷേ ഞാൻ ഒരു തെറ്റാണ് ചെയ്തതെങ്കിൽ, രണ്ട് തെറ്റാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഒന്നിലധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ പാതിരാത്രി സമയത്ത് എന്നെ പോലെയുള്ള മനുഷ്യന്റെ കുറ്റകൃത്യങ്ങളുടെ നേരെ ജാസൂസ് ചെയ്യാൻ അഥവാ ചാരവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത്? വലാ തജസ്സസു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ചാരവൃത്തി ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചാരവൃത്തിയല്ലേ ചെയ്തത്? നിങ്ങൾക്ക് ആരാ അനുമതി നൽകിയത്? രണ്ടാമത്, എന്റെ വീട്ടിൽ ഞാനും എന്റെ അടിമപ്പെണ്ണും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിൽ വാതിലിൽ കൂടെ അല്ലാതെ വരാൻ പാടില്ല, അനുമതി തേടിയിട്ടല്ലാതെ വരാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാ വന്നത്? നിങ്ങൾ കടങ്ങുതുള്ളിയാണ് വന്നത്. കടങ്ങുതുള്ളി വന്നു, എന്റെ വീട്ടിലേക്ക് കടങ്ങുതുള്ളി വന്ന നിങ്ങൾ കുറ്റക്കാരനാണ്. ഖുർആൻ പറയുന്നു പാടില്ല എന്ന്. മൂന്നാമതായി, എന്റെ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അനുമതി ആരെ നൽകി? അനുമതിയില്ലാതെ അന്യന്റെ വീട്ടിൽ കടക്കരുതെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഓരോന്നും പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് കരച്ചിൽ വർദ്ധിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണ് സഹോദര, എന്നോട് മാപ്പാക്കുക. അദ്ദേഹം മടങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു അവർ മടങ്ങിപ്പോയപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യന്റെ മനസ്സ് മറ്റൊരു തരത്തിൽ നീറാൻ തുടങ്ങി. പടച്ചവനെ, ഞാൻ ആരും കാണാതെ ഒറ്റയ്ക്ക് ചെയ്ത കുറ്റകൃത്യം നാട്ടിലെ ഏറ്റവും വലിയ ഭരണാധികാരി തന്നെ നേരിട്ട് കണ്ടു, ഖാദി മാസം കണ്ടതുപോലെയായി. ഇനി എന്റെ ഈ കുറ്റകൃത്യവുമായി, അതിന്റെ പാപഭാരവുമായി ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ആ നാണം, വിഷമം, ലജ്ജ, ഇതൊക്കെ തന്റെ മനസ്സിൽ അദ്ദേഹം വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ആ മനുഷ്യൻ അതിനുശേഷം പിന്നെ വെളിയിലേക്ക് ഇറങ്ങിയില്ല. വൃദ്ധനാണ്, വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയില്ല, വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഒളിച്ചിരിപ്പായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പള്ളിയിൽ താലീം നടത്തുന്നു, വഅദ് നടത്തുന്നു, നസീഹത്ത് നടത്തുന്നു. ആ സദസ്സിൽ സാധാരണ വന്നുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ വരുന്നതേ കാണുന്നില്ല. കുറേ നാളുകളിലേക്ക് അയാൾ വന്നില്ല. ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ജനങ്ങൾക്ക് താലീം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സദസ്സിന്റെ ഒരു ഓരത്ത് ഈ മനുഷ്യൻ വന്നിരുന്നു. ആരും അറിയാതെ, ഒരു കുറ്റവാളിയെ പോലെ, പട്ടി തൊട്ട കളം പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, പട്ടി തൊട്ട കലം പോലെ ഒരു മൂലയിൽ അദ്ദേഹം വന്നിരുന്നു. ആരും ശ്രദ്ധിക്കാതിരുന്ന ഈ മനുഷ്യനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവർ ശ്രദ്ധിച്ചു. കുറച്ചു നേരം ഇരുന്നപ്പോൾ അദ്ദേഹം ഒരാളെ അരികിൽ നിന്ന് അയച്ചിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന വൃദ്ധനെ വിളിച്ചിട്ട് വാ, ഇങ്ങോട്ട് കൊണ്ടാണ്. ഈ മനുഷ്യൻ അവിടെ പോയി ആ വൃദ്ധനെ വിളിച്ചപ്പോൾ ആ വൃദ്ധൻ വല്ലാതെ വിയർത്തു, നാണം കെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു, അന്ന് എന്നിൽ കണ്ട ആ വൃത്തികേട് ഇത്രയും നാള് മറക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് വല്ലതലയിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാ അയാൾക്ക് ഓർമ്മയുണ്ട്, എന്നെ ഇപ്പൊ ഇത്രയും വലിയ സദസ്സിന്റെ മുമ്പിൽ വിളിച്ച് നാണം കെടുത്തു. വിഷമമായി പോയല്ലോ എന്ന് ആ മനുഷ്യന്റെ മനസ്സ് നീറി. ഉമർ റളിയല്ലാഹു അൻഹു അവർ ആ മനുഷ്യനെ അരികിലേക്ക് വിളിച്ച് അടുത്തേക്ക് അടുപ്പിച്ചു, അണച്ചു ചേർത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ കാത് എന്റെ ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കാത് ചുണ്ടിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി അയച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അന്ന് രാത്രിയിൽ ഞാൻ കണ്ട ആ കാഴ്ച ഒരാളെയും ഞാൻ അറിയിച്ചിട്ടില്ല. എന്റെ ഒന്നിച്ചിട്ട് ഇബ്നു മസ്ഊദ് ഉണ്ടായിരുന്നു, ഇബ്നു മസ്ഊദിനോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന് അത്ഭുതം തോന്നി. ഞാൻ വിചാരിച്ചതിന് വിപരീതമായി എന്റെ മഹാനായ ഭരണാധികാരി എന്നെ എളിഭ്യനാക്കുകയല്ല, പരിഹസിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, കുറ്റക്കാരനായി മാറ്റി നിർത്തുകയല്ല ചെയ്തത്. അദ്ദേഹം എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ആ പാപം ചെയ്ത മനുഷ്യന്റെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ആ മനുഷ്യൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കാത് എന്റെ ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക, ഞാനും പറയട്ടെ ഒരു കാര്യം. ഉമർ റളിയല്ലാഹു അൻഹു അവർ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഇങ്ങനെ കാത് കൊണ്ടുപോയി കുറച്ചു നേരം എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആവേശത്തോടു കൂടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സദസ്സ് ഞെട്ടിപ്പോയി. എന്തിനാണ് തക്ബീർ പറയുന്നത്, എന്തിനാണ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതെന്ന് സദസ്യർക്ക് മനസ്സിലായില്ല. എന്തായിരുന്നു ഈ സാധുവായ മനുഷ്യൻ കാതടിപ്പിക്കുക, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞത്? ഉമറെ റളിയല്ലാഹു അൻഹു അന്നത്തെ രാത്രിക്ക് ശേഷം ഈ സദസ്സിലിരിക്കുന്ന നേരം വരെയും ഞാൻ ഒരു പാപകർമ്മങ്ങളിലേക്കും പിന്നെ തിരിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പാപകർമ്മങ്ങളിലേക്കും ഞാൻ തിരിച്ചു പോയിട്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ഒരു മുസ്ലിമായ സഹോദരൻ അവന്റെ അബദ്ധജടിലമായ ധാരണകളുടെയും അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കുറ്റത്തിൽ പെട്ടുപോയാൽ അവനെ കുറ്റക്കാരനാണെന്ന് പരസ്യപ്പെടുത്തുകയും നാട്ടുകാരുടെ മുമ്പിൽ അവനെ എളിഭ്യനാക്കുകയും തേജോവധം ചെയ്യുകയല്ല വേണ്ടത്. അവനോടുള്ള ആത്മാർത്ഥതയുടെ പേരിൽ അല്ലാഹുവേ എന്റെ സഹോദരന്റെ മനസ്സിനെ നീ നന്നാക്കണമേ എന്ന് ദുആ ചെയ്യുക. ആ സഹോദരന്റെ മനസ്സിനെ നന്നാക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നതിനോടൊപ്പം ആ മനസ്സിനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് ഖുർആൻ കേൾപ്പിക്കുക, ഹദീസ് കേൾപ്പിക്കുക, പരലോകം കൽപ്പിക്കുക. ഒരു മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. സഹാബാക്കളിൽ പ്രമുഖനായ അബൂദർ റളിയല്ലാഹു അൻഹു അവരോടൊപ്പം ഞാൻ താമസിക്കുകയായിരുന്നു. എന്റെ വീടിന്റെ തൊട്ടയലത്ത് കുറച്ച് ആഭാസികൾ വന്ന് തമ്പടിച്ചു. എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസികള് രാത്രിയാകുമ്പോൾ ഒരുമിച്ചിരിക്കും, അവർ മദ്യപിക്കും, അങ്ങനെ അനാവശ്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്യും. ഇതെനിക്ക് ഭയങ്കര അലോസരമുണ്ടാക്കി. എന്റെ തൊട്ടടുത്ത്, ഞാനൊരു വലിയ മനുഷ്യനായിട്ടാണല്ലോ നാട്ടുകാർ കാണുന്നത്, ഇങ്ങനെ മദ്യപാനികളുടെയും മറ്റുമൊക്കെ കൂത്തരങ്ങായി മാറിയ ഈ അയൽ വീടിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ പരാതി ഉണ്ടായി. ഞാൻ എന്റെ മഹാനായ ഈ സഹാബി എന്ന സ്നേഹിതനോട് പറഞ്ഞു, ഞാൻ ഭരണാധികാരിക്ക് പരാതി കൊടുക്കും, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, പോലീസിനെ കൊണ്ടുവരും, എന്നിട്ട് ഈ അയൽവക്കത്ത് ഇവന്മാരെ കുടിച്ചു കൂത്താടുന്ന നേരത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഈ സഹാബി പറഞ്ഞു, സഹോദര, നീ ഒരിക്കലും അത് ചെയ്യരുത്. ഒരു കള്ളുകുടിയനെയോ അല്ലെങ്കിൽ കള്ളുകുടിക്കുന്ന സംഘത്തെയോ പോലീസിന് ഒരു മൊബൈൽ ഫോണിൽ 1 രൂപ ഇട്ട് ചെലവാക്കി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ എല്ലാരെ കൊണ്ട് സാധിക്കും. പക്ഷേ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കളാണ്. നമ്മൾ അങ്ങനെ ഏതെങ്കിലും സാധുവിൽ നിന്നും പാപകർമ്മങ്ങൾ കാണുമ്പോൾ അവനെ വേഗം കൈക്ക് ചങ്ങലയിട്ടുകൊണ്ട് ജയിലിൽ അടയ്ക്കാനല്ല, ജയിലിൽ അടച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വാഴക്കൊല കട്ടവനെ ജയിലിൽ അടച്ചിട്ട് ജുവലറി കൊള്ള ചെയ്യുന്നവനാക്കി തിരിച്ചു കൊണ്ടുവരാനല്ല നമ്മളുടെ ഹബീബ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മൾ അവനെ നന്നാക്കാൻ ശ്രമിക്കാം, നമുക്ക് അവർക്ക് ഉപദേശം നൽകാൻ ശ്രമിക്കാം. അപ്പൊ നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ പിന്നെ ഇത്രയും കാലം ഉപദേശം കേട്ടിട്ട്, വാഴ് കേട്ടിട്ട്, കുത്തുബ കേട്ടിട്ടോ നന്നായില്ല, ഇനി അവനെ ഒന്നും നന്നാക്കിയിട്ട് കാര്യമില്ല, ഞാൻ പോലീസിൽ പരാതി കൊടുക്കും, ഇവനെ അറസ്റ്റ് ചെയ്യും. ആ സഹാബി പറഞ്ഞു, സഹോദര, ഞാൻ ശക്തമായ ഭാഷയിൽ പറയുന്നു, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ഈ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാപകർമ്മത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യനെ നിന്റെ നല്ല പെരുമാറ്റത്തിന്റെയും ഉപദേശത്തിന്റെയും കാരണമായി തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചാൽ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട ഒരു പെണ്ണിനെ ഖബറിൽ നിന്നും ജീവൻ കൊടുത്തിട്ട് നീ മടക്കിക്കൊണ്ടുവരുന്നതിന് സമാനമാണെന്ന് നമ്മളുടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാരുണ്യത്തിന്റെ കവാടം എത്ര വിശാലമാണ്. നമ്മളുടെ ഹബീബിനെ ഇങ്ങനെ പറയിപ്പിച്ചത് നമ്മളുടെ രാജാതിരാജനായ നാഥനാണ്, കാരുണ്യവാനായ നമ്മളുടെ അള്ളാഹു ആണ്. എന്റെ അടിമ അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവനെ നിങ്ങൾ ദുഷിക്കരുത്, അവനെ നിങ്ങൾ ചീത്ത പറയരുത്, അവനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അവൻ എന്റെ അടിമയാണ്, വരട്ടെ, ഫൈൻ താബു അഖാമുസ്സലാ ഫഖല്ലു സബീലഹു, അവൻ തൗബ ചെയ്യട്ടെ, അവൻ നിസ്കരിക്കട്ടെ, നല്ലവനാകട്ടെ, അവനെ ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ സ്വീകരിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രയാസം? നിങ്ങളും സ്വീകരിക്കണം. ഫൈഖ്വാനുക്കും ഫിദ്ദീൻ, അവൻ നിങ്ങളുടെ ദീനിൽ നിങ്ങളുടെ സഹോദരനാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജാതിരാജനായ അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്ന ഈ മഗ്ഫിറത്തിന്റെ വാതിൽ കാണാതെ പോയാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോടും ഒരുപക്ഷെ ജീവിതത്തിലെ ഭാഗ്യദോഷം മുഖേന ഈ ശബ്ദം ഇന്നത്തെ ജുമഅയിൽ കേൾക്കാൻ പോലും സൗഭാഗ്യമില്ലാതെ പുറത്തു കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഞാൻ പറയട്ടെ, ആത്മാർത്ഥതയുടെ ഭാഷയിൽ പറയട്ടെ, അള്ളാഹുവിന്റെ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളെയും അവൻ പുറത്തു കൊടുക്കും, എല്ലാ പാപങ്ങളെയും പുറത്തു കൊടുക്കും. എത്ര വലിയ പാപമാണെങ്കിലും ശരി, വരിക, അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തി പിടിക്കാൻ വരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഉണ്ട് പ്രിയമുള്ളവരെ, ഈ 10 ദിവസത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞുപോയി, ഇനി കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. ആദ്യമായി നമ്മൾ ആത്മാർത്ഥമായ പശ്ചാത്താപം സ്വയം ചെയ്യുക. നമ്മളുടെ കൂട്ടുകുടുംബാദികളോടും അതുപോലെ ബന്ധുമിത്രാദികളോടും തൗബയുടെ മഹാത്മ്യത്തെ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ നിന്നും പാപകറകൾ കഴുകിക്കളയാൻ പരിശ്രമിക്കുക. ഒപ്പം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സമുദായത്തിൽ, നമ്മുടെ വീട്ടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ പീഡികയുടെ പരിസരത്തോ നമ്മളുമായി ബന്ധപ്പെട്ട തരത്തിലോ ആരെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളും പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ആ സാധുക്കളെ നമ്മൾ സ്നേഹത്തോടെ സമീപിക്കുക, അവരുടെ തോളിൽ കൈവെക്കുക, അവരെ നമ്മളുടെ സഹോദരങ്ങളാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കൂ സഹോദരങ്ങളെ. അവർക്ക് ഒരു തലോടൽ നൽകാൻ ശ്രമിക്കൂ സഹോദരങ്ങളെ. ഇനിയെങ്കിലും നമുക്ക് നന്നാകണ്ടേ എന്ന് നല്ല ഭാഷയിൽ ചോദിക്കൂ സഹോദരങ്ങളെ. അങ്ങനെ നിങ്ങളുടെ പരിശ്രമം മുഖേന പാപകർമ്മത്തിൽ മുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരുവനെ അല്ലെങ്കിൽ ഒരുത്തിയെ നിങ്ങൾക്ക് കരകയറ്റാൻ സാധിച്ചാൽ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിനെ ഖബറിൽ നിന്നും ജീവൻ നൽകി തിരിച്ചു കൊണ്ടുവരുന്നതിന് സമാനമാണെന്ന് നമ്മുടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹു തആല അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളുടെ തൗബ അള്ളാഹു നസൂഹായ നിലയിൽ കബൂലാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ കുറ്റങ്ങളെയും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഒരിക്കലും കുറ്റങ്ങളിലേക്ക് തിരിച്ചു പോകാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദ്യപാനത്തിലും വ്യഭിചാരത്തിലും അതുപോലെയുള്ള ദുഷ്കർമ്മങ്ങളിലും പെട്ടുപോയ നമ്മളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അള്ളാഹു കരകയറ്റുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളെയോ നമ്മളുടെ മക്കളെയോ ആരെയും ആ നിലയിലുള്ള ദുഷിപ്പുകളിലേക്ക് അള്ളാഹു തള്ളിവിടാതിരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനെ അള്ളാഹു നമ്മുടെ ഹക്കിൽ അനുകൂല സാക്ഷിയാക്കുമാറാകട്ടെ, പ്രതികൂല സാക്ഷിയാകാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അമലെ സാലിഹാത്ത് തരുമാറാകട്ടെ. അവന്റെ നല്ല അടിയാറുകൾക്ക് കൊടുക്കാൻ വെച്ച സ്വർഗം നമുക്കും അള്ളാഹു തരുമാറാകട്ടെ. നമ്മളെ അള്ളാഹു തള്ളിക്കളയാതിരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ നമ്മുടെ ഉമ്മവാപ്പമാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു രോഗികൾക്ക് ശിഫ തരുമാറാകട്ടെ. നമ്മളുടെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫാക്കി തരുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ നാടിന് അള്ളാഹു അമ്നും അമാനും പ്രദാനം ചെയ്യുമാറാകട്ടെ. കലാപങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാഷ്ട്രീയക്കാരന്റെ വക്രബുദ്ധിയിൽ പെട്ടുപോകാതെ സാധുക്കളായ സമൂഹത്തെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ അഹദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അബർ. أيها الناس اتقوا الله حق تقاته فإن الله سبحانه وتعالى قال يا أيها الذين آمنوا اتقوا الله وقولوا